നവംബർ 28-നാണ് US ടെക്സാസ് ആസ്ഥാനമാക്കിക്കൊണ്ട് പേൾവൈൻ ഇന്റർനാഷണൽ എന്ന ഈ ഗ്രേറ്റ് സിസ്റ്റം പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ന് യുണൈറ്റഡ് കിങ്ഡത്തിലെ ഹട്ടൺ വെൻവുഡിലാണ് സിസ്റ്റത്തിന്റെ ഹെഡ് ഓഫീസ് പ്രവർത്തിച്ചു വരുന്നത്. അങ്ങനെ 2015 സ്റ്റാർട്ട് ചെയ്ത ഈ സിസ്റ്റം 2018 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ഇന്ത്യയിൽ റുപ്പി ഡ്രോയിങ് അറേഞ്ച്മെന്റ് അഥവാ RDA എന്ന എഗ്രിമെന്റ് പ്രകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ, അതുപോലെ തന്നെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബിയുടെ പെർമിഷൻ മുതലായവ 2018 തന്നെ ഈ സിസ്റ്റം നേടിയെടുക്കുകയുണ്ടായി. ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ 156 പരം രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയും ഏതാണ്ട് 85 ലക്ഷത്തോളം വരുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തെടുക്കുകയും ചെയ്ത സിസ്റ്റം കൂടിയാണ് പേൾവൈൻ ഇന്റർനാഷണൽ. പ്രധാനമായും 6 ബിസിനസ് സെഗ്മെന്റുകൾ, $6 ട്രില്യൺ ഇൻഡസ്ട്രികൾ ഈ സിസ്റ്റം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കും. ഇതിൽ 2 ബിസിനസ് സെഗ്മെന്റുകൾ ഇതിനോടകം തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള 4 സെഗ്മെന്റുകളുടെ അപ്ഡേഷൻസ് യഥാവിധി പുരോഗമിച്ചുകൊണ്ടേയിരിക്കും. പേൾവൈൻ ഇന്റർനാഷണലിന്റെ ആദ്യ ബിസിനസ് സെഗ്മെന്റ് അത് ഡിജിറ്റൽ ബാങ്കിങ് അഥവാ DP പ്രോഗ്രാമാണ്. DP എന്നാൽ ഡിജിറ്റൽ പോയിന്റ്. ഡോളറിന് തുല്യ മൂല്യമുള്ള KYC സ്വീകരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ കറൻസിയാണ് DP. ഇന്ത്യയിൽ DP ട്രാൻസാക്ഷൻസിന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ ലഭിച്ചതിനാൽ DP ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ LIC പ്രീമിയം, മൊബൈൽ റീചാർജ്, കറണ്ട് ബില്ല്, വാലറ്റ് ട്രാൻസ്ഫർ മുതലായവയൊക്കെ DP ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ ലോകമെമ്പാടും ചെയ്തിട്ടുമുണ്ട്. ശരിക്കും ഈ DP പ്രോഗ്രാമിലൂടെയാണ് ഇന്ത്യ ഉൾപ്പെടെ 156 പരം രാജ്യങ്ങളിലേക്ക് പേൾവൈൻ ഇന്റർനാഷണൽ തങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്തതും ഏതാണ്ട് 85 ലക്ഷത്തോളം വരുന്ന വലിയ കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തെടുത്തതുമൊക്കെ. പേൾവൈന്റെ രണ്ടാമത്തെ ബിസിനസ് സെഗ്മെന്റ് PVC മെറ്റ, പേൾവൈൻ കമ്മ്യൂണിറ്റി മെറ്റ എന്ന മൾട്ടി പർപ്പസ് NFT ടോക്കണുമായി ബന്ധപ്പെട്ട 2 പ്രോസസ്സുകളാണ് സീഡ് ഫണ്ടിങ് ആൻഡ് ടോക്കൺ ഫാമിംഗ്. ഈ 2 പ്രോസസ്സുകളെ കുറിച്ച് വളരെ വിശദമായി നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ബാക്കിയുള്ള സെഗ്മെന്റുകൾ ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ഈ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഓക്കെ, പേൾവൈൻ ഇന്റർനാഷണലിന്റെ മൂന്നാമത്തെ ബിസിനസ് സെഗ്മെന്റ് അത് മൊബൈൽ നെറ്റ്വർക്ക്. ഒരു പുതിയ ആശയം പേൾവൈൻ ഇന്റർനാഷണൽ അവതരിപ്പിക്കുകയാണ്. വൺ വേൾഡ് വൺ സിം. ഒറ്റ സിം കൊണ്ട് ലോകം മൊത്തം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മൊബൈൽ നെറ്റ്വർക്ക് സിസ്റ്റം പേൾവൈൻ ഇന്റർനാഷണൽ നിന്ന് ഇതാ പുറത്തു വരാൻ വേണ്ടിയിട്ട് പോകുന്നു. നാലാമത്തെ ബിസിനസ് സെഗ്മെന്റ് അത് സോഷ്യൽ മീഡിയ. വാട്സപ്പും ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ പോലെയുള്ള ഒരു സോഷ്യൽ മീഡിയ ചാനൽ പേൾവൈനിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി പോകുന്നു. അഞ്ചാമത്തെ ബിസിനസ് സെഗ്മെന്റ് അത് ഓൺ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ്. ആയിരക്കണക്കിന് ഗെയിമുകൾ ഇപ്പോൾ തന്നെ ഡൗൺലോഡഡ് ആയിട്ടുണ്ട്. എന്നാൽ അതിന്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് നടക്കാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. ദെൻ ദ ലാസ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ, ബങ്കി എന്നറിയപ്പെടുന്ന കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ തന്നെ ഏതാണ്ട് 5000-ലേറെ പ്രോഡക്റ്റുകൾ നമുക്ക് bungee.com കാണുവാൻ വേണ്ടി കഴിയും. അതിന്റെയും ഒഫീഷ്യൽ ലോഞ്ചിങ് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. ശരിക്കും ബങ്കിയുടെ പ്രത്യേകത നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ന് ഇതിന്റെ ട്രയൽ റണ്ണ് തായ്ലൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. ലോകത്തിന്റെ കീഴിലുള്ള A to Z പ്രോഡക്റ്റ്, അതും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ക്വിക്ക് ഡെലിവറിയിലൂടെ നമുക്ക് ഏവർക്കും bungee.com വാങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതെല്ലാം നമ്മുടെ വീട്ടുപടിക്കൽ നിമിഷ സമയങ്ങൾക്കകത്ത് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇത്തരത്തിലുള്ള $6 ട്രില്യൺ ഇൻഡസ്ട്രികളാണ് പേൾവൈൻ ഇന്റർനാഷണൽ നമുക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നത്. അതായത് ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള 6 ബിസിനസ് സെഗ്മെന്റുകൾ, $6 ട്രില്യൺ ഇൻഡസ്ട്രികൾ. 2015 നവംബർ 28-ന് ആരംഭിച്ച ഡിജിറ്റൽ ബാങ്കിങ് അഥവാ DP പ്രോഗ്രാം 7 വർഷക്കാലം തുടർച്ചയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ 85 ലക്ഷത്തോളം വരുന്ന വലിയ കമ്മ്യൂണിറ്റിയെ ഈ DP പ്രോഗ്രാമിലൂടെ ബിൽഡ് ചെയ്തെടുത്തതിന് ശേഷം 2022 ജൂലൈ 28-നാണ് രണ്ടാമത്തെ ബിസിനസ് സെഗ്മെന്റായ PVC മെറ്റ
പേൾവെയിൻ കമ്മ്യൂണിറ്റി മെറ്റ എന്ന മൾട്ടി പർപ്പസ് NFT ടോക്കണുമായി ബന്ധപ്പെട്ട രണ്ട് പ്രോസസ്സുകൾ, സീഡ് ഫണ്ടിംഗ് ആൻഡ് ടോക്കൺ ഫാമിംഗ് എന്നീ രണ്ട് പ്രോസസ്സുകൾ ലോഞ്ച് ചെയ്തത്. PVC മെറ്റ ലോഞ്ച് ചെയ്തതിന് മുൻപുള്ള 7 വർഷ കാലയളവിലെ പേൾവെയിൻ ഇന്റർനാഷണലിന്റെ പ്രവർത്തനങ്ങൾ ശരിക്കും നമ്മളൊന്ന് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ സിസ്റ്റത്തിന്റെ പൊട്ടൻഷ്യൽ, എന്താണ് ഈ സിസ്റ്റത്തിന്റെ ക്രെഡിബിലിറ്റി, എന്താണ് ഈ സിസ്റ്റത്തിന്റെ ഫ്യൂച്ചർ, അതുപോലെ തന്നെ എന്താണ് ഈ സിസ്റ്റത്തിന്റെ വിശ്വാസ്യത മുതലായവയെല്ലാം മനസ്സിലാക്കുവാൻ ഈ ഒരു കാലയളവിലെ ഈ 2015 മുതൽ 2022 എന്ന് പറയുന്ന ആ 7 വർഷക്കാലത്തെ കാലയളവിലെ പ്രവർത്തനങ്ങൾ നമ്മൾ ഒന്ന് വിലയിരുത്തിയാൽ മാത്രം മതി, ഒന്ന് അപഗ്രഥിച്ച് പഠിച്ചാൽ മാത്രം മതി. ഡിജിറ്റൽ ബാങ്കിങ്ങിൽ DP എന്ന ഡിജിറ്റൽ കറൻസിയുമായി ബന്ധപ്പെട്ട് 13 വാലറ്റുകൾ ഉണ്ടായിരുന്നു. ഇതിൽ ആദ്യ വാലറ്റ് അറിയപ്പെട്ടത് പേൾ എന്ന പേരിലാണ്. പേൾ അതിന് 30 DP ആയിരുന്നു അതിന്റെ കോസ്റ്റ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, DP എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ കറൻസിയാണ്. ഡോളറിന്റെ മൂല്യമാണ് DPക്കുള്ളത്, ഡോളറിന് തുല്യ മൂല്യമാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അന്ന് ഒരു ഡോളറിന് വില ഉണ്ടായിരുന്നെന്ന് പറയുന്നത് 75 രൂപയാണ്. അപ്പൊ ആദ്യ വാലറ്റ് ആകുന്ന പേൾ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ 30 DP മീൻസ് 30 × 75 ഇന്ത്യൻ മണിയിൽ പറഞ്ഞാൽ 2250 രൂപ വേണ്ടിയിരുന്നു. ഇനി ലാസ്റ്റ് വാലറ്റിന്റെ സ്ഥിതി നോക്കാമെങ്കിൽ അതിന്റെ പേര് റൂബി എന്നാണ്. അതിന് 20,000 DP ആവശ്യമുണ്ട് അത് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ 20,000 × 75 15 ലക്ഷം രൂപ ലാസ്റ്റ് വാലറ്റിന് കോസ്റ്റ് വരുമായിരുന്നു. അതായത് ശരിക്കും ഫസ്റ്റ് വാലറ്റ് ഒരാൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം മാത്രമാണ് രണ്ടാമത്തെ വാങ്ങുക, രണ്ടാമത്തെ വാങ്ങിയ ആൾക്കെ മൂന്നാമത്തെ വാങ്ങാൻ വേണ്ടി കഴിയുള്ളൂ. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ വാലറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ ഫസ്റ്റ് വാലറ്റ് ഒരാളെ കൊണ്ട് പർച്ചേസ് ചെയ്യിപ്പിക്കുമ്പോൾ ശരിക്കും ആ പർച്ചേസ് ചെയ്യിപ്പിച്ച വ്യക്തിക്ക് അല്ലെങ്കിൽ സ്പോൺസർക്ക് 50% സ്പോട്ട് കമ്മീഷൻ ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ എന്താ പറയാ, അതായത് ആ കൈകാര്യം ചെയ്ത ആൾക്ക് അല്ലെങ്കിൽ ആ ക്യാൻവാസ് ചെയ്ത ആൾക്ക് 50%, 30 DPക്കാണ് വാലറ്റ് ആക്ടിവേറ്റ് ചെയ്തേക്കുന്നത്, അതിന്റെ 50% 15 DP × 75 കൂട്ടിയാൽ 1125 രൂപ ഓൺ ദി സ്പോട്ട് കമ്മീഷനായിട്ട് ലഭിക്കുമായിരുന്നു. അതിനുശേഷം 1.25 DP വെച്ച് ഒരു 7 ലെവലിലേക്ക് മീൻസ് ഒരു 93 രൂപ 75 പൈസ വെച്ചിട്ട് 7 ലെവലിലേക്കുള്ള കമ്മീഷൻ കൊടുക്കുമായിരുന്നു. അപ്പൊ ശരിക്കും ഈ പറഞ്ഞ ഒരു കാര്യത്തിനകത്ത് ഏതാണ്ട് 1218 രൂപ 75 പൈസ ഓൾറെഡി സിസ്റ്റം എന്ത് ചെയ്തു, 2 വിധത്തിൽ സ്പെൻഡ് ചെയ്തു, സ്പോട്ട് കമ്മീഷൻ ആൻഡ് ലെവൽ കമ്മീഷൻ. പിന്നെ ബാക്കി വരുന്നത് എത്രയാണ്, 2.75 DP ആണ്. മീൻസ് 2250 രൂപയുടെ 5% മാത്രമേ പിന്നീട് അവശേഷിക്കുന്നതായിട്ട് കാണുന്നുള്ളൂ. എന്നാൽ ഈ ഒരു പണവും സിസ്റ്റം എടുക്കുന്നില്ല, മറിച്ച് സിസ്റ്റം അത് ഓട്ടോ പൂൾ ഫണ്ടിലേക്ക് മാറ്റിവെക്കുന്നു. അങ്ങനെ ഒരു വലിയ ഫണ്ട് അവിടെ സമാഹരിക്കാൻ സിസ്റ്റത്തിന് സാധിക്കുന്നു. കാരണം 156 രാജ്യങ്ങളിൽ ഏതാണ്ട് 85 ലക്ഷത്തോളം വരുന്ന വലിയ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ നടന്ന ആ ബിസിനസിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ സമാഹരിക്കുന്ന ഈ ഓട്ടോ പൂൾ ഫണ്ട് സീനിയോറിറ്റി ബേസിൽ മീൻസ് ഒരാൾ എത്ര വാലറ്റുകൾ വാങ്ങിയോ അതിനനുസരിച്ച്, അതോടൊപ്പം തന്നെ എന്താണ് അയാൾ മുടക്കി, അതായത് അയാൾക്ക് എത്ര വാലറ്റുകളുണ്ട്, 1 വാലറ്റാണോ 2 വാലറ്റാണോ 3 വാലറ്റാണോ അതിനനുസരിച്ച് ഈ ഫണ്ട് ഡിവൈഡ് ചെയ്യും. ഏതാണ്ട് 2 കോടി രൂപ വരെ ഒറ്റ ഓട്ടോ പൂൾ ഫണ്ടായി ലഭിച്ചവരും ഈ വാലറ്റ് ഹോൾഡേഴ്സിന്റെ ഇടയിലുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനുള്ളത്, വാലറ്റുകളുടെ സെയിലിലൂടെ സിസ്റ്റത്തിലേക്ക് കടന്നു വന്ന മുഴുവൻ തുകയും അതായത് 100% സിസ്റ്റം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഈ 85 ലക്ഷത്തോളം വരുന്ന കമ്മ്യൂണിറ്റിയെ 156 രാജ്യങ്ങളിൽ നിന്ന് ബിൽഡ് ചെയ്തെടുത്തത് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ശരിക്കും ഇവിടം കൊണ്ടും തീരുന്നില്ല കാര്യങ്ങൾ. 2015 മുതൽ 2022 വരെയുള്ള ഈ ഒരു കാലയളവിൽ ഈ ഡിജിറ്റൽ ബാങ്കിങ്ങിലൂടെ ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വന്ന 85 ലക്ഷത്തോളം വരെ വാലറ്റ് ഹോൾഡേഴ്സ്, ഇവരുടെ അക്കൗണ്ട്, പാസ്ബുക്ക്, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഇവയെല്ലാം ഫുള്ള് ലൈവ് ആയിരുന്നു സിസ്റ്റത്തിൽ. ശരിക്കും ഇങ്ങനെ ചെയ്യണമെങ്കിൽ 1-2 ആളുകളല്ല, 85 ലക്ഷം ആൾക്കാരുടെ കേസാണ് ഞാൻ പറയുന്നത്. പേൾവെയിൻ ഇന്റർനാഷണൽ ഉപയോഗിക്കുന്ന സെർവറിന്റെ ആ ഒരു കപ്പാസിറ്റി എത്രമാത്രം വലുതായിരിക്കുമെന്ന് ഒരു നിമിഷം ഒന്ന് ചെയ്തു. ഇനി ഇവിടം കൊണ്ടും തീരുന്നില്ല കാര്യങ്ങൾ. ഈ 85 ലക്ഷം ആളുകൾ 2015 മുതൽ 2022 ജൂലൈ 28 വരെ നടത്തിയ DP ട്രാൻസാക്ഷൻസ് അത് എത്ര ഹ്യൂജ് ആയിരിക്കും. കാരണം DP പലരും ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, DP ഉപയോഗിച്ച് മൊബൈൽ റീചാർജ് ചെയ്യുന്നു, കറണ്ട് ബിൽ അടയ്ക്കുന്നു, LICയുടെ പ്രീമിയം അടയ്ക്കുന്നു, വാലറ്റുകളിൽ നിന്ന് മറ്റ് വാലറ്റുകളിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതെല്ലാം DP ഉപയോഗിച്ച് ലോകമെമ്പാടും നടക്കപ്പെടുകയാണ്.
അപ്പോൾ എത്ര ഹ്യൂജ് ട്രാൻസാക്ഷൻസ് ആയിരിക്കും ഈ പ്രസ്തുത പീരീഡിൽ നടന്നിട്ടുള്ളത്. എന്നാൽ യാതൊരുവിധ സർവീസ് ചാർജുകളും എടുക്കാതെ, അതായത് ഫുൾ ഫ്രീ ആയിട്ടാണ് ഈ വക കാര്യങ്ങൾ ചെയ്യുവാൻ, ഈ വക ട്രാൻസാക്ഷൻസ് ചെയ്യുവാൻ റെയിൽവേ ഇന്റർനാഷണൽ തങ്ങളുടെ 85 ലക്ഷം കസ്റ്റമേഴ്സിനെ അനുവദിച്ചത്. ഇതിൽ നിന്ന് നമ്മൾ എന്താ വേണ്ടത്? ഇതൊരിക്കലും നിസ്സാരമായ പ്രവൃത്തിയാണോ? ഒരിക്കലുമല്ല. സ്വന്തമായി സെർവർ ഇല്ലാത്ത ഇത്തരത്തിലൊരു പ്രവൃത്തി, സ്വന്തമായിട്ട് സെർവർ ഇല്ലാതെ ഇത്തരത്തിലൊരു പ്രവൃത്തി ആരെ കൊണ്ടെങ്കിലും ചെയ്യുവാനാകുമോ? ഒരിക്കലുമില്ല. ഇനി ഓൺസ് എത്ര നിസ്സാരമായ കാര്യമാണോ? അതും ഒരിക്കലും നിസ്സാരമായ കാര്യമല്ല. ഏതാണ്ട് 5000 കോടി രൂപയ്ക്ക് മുകളിൽ ചിലവുണ്ട് ഇപ്രകാരം ഓൺ സെർവർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ. അതായത് നമ്മുടെ രാജ്യത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പോലും ഓൺ സെർവർ ഇല്ല എന്ന സത്യം നമ്മൾ ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം. ഇനി പേൾവയില് സ്വന്തമായിട്ട് ഒരു സെർവർ മാത്രമാണോ ഉള്ളത്? അല്ല, സെർവർ ഫാം വരെ സ്വന്തമായിട്ടുള്ള ഒരു ഫേമാണ് റെയിൽവേ ഇന്റർനാഷണൽ. അത്തരത്തിലുള്ള ഒരു സിസ്റ്റമാണ് റെയിൽവേ ഇന്റർനാഷണൽ. ഇനി ഇവിടം കൊണ്ടും കാര്യങ്ങൾ തീരുന്നില്ല. 7 വർഷക്കാലം ഈ 85 ലക്ഷത്തോളം വരുന്ന കസ്റ്റമേഴ്സിന് ഇപ്രകാരം സർവീസ് നൽകിക്കൊണ്ട്, അല്ലെ ആ സർവീസ് നൽകിയതിനു ശേഷം 2022 ജൂലൈ 28 PVC മെറ്റ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ, അതായത് ആ സാഹചര്യം നമ്മൾ ഇപ്പൊ ഇവിടെ പറയുകയുണ്ടായി, കളക്ട് ചെയ്ത മുഴുവൻ തുകയും സ്പോട്ട് കമ്മീഷനായും ലെവൽ കമ്മീഷനായും ഓട്ടോപോൾ ഇൻകമായും 100% തിരിച്ചു കൊടുത്ത് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് നടത്തിയ കാലഘട്ടമാണത്. സിസ്റ്റത്തിന്റെ നേട്ടം എന്താണോ കിട്ടിയത്? സിസ്റ്റത്തിന് കിട്ടിയ നേട്ടം എന്താണ്? അവരുണ്ടാക്കിയെടുത്ത് ഈ 85 ലക്ഷത്തോളം വരുന്ന കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് തങ്ങളുടെ രണ്ടാമത്തെ ബിസിനസ് സെഗ്മെന്റ് ആയ PVC മെറ്റ പ്രോഗ്രാം ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ ഒരാൾ 13 വാലറ്റുകളിൽ എത്ര എണ്ണം വാങ്ങിയോ, അതിനായി എത്ര തുക ചിലവാക്കിയോ അതിന്റെ ഇരട്ടി തുകയ്ക്ക് തുല്യമായിട്ടുള്ള DP സിസ്റ്റത്തിന്റെ റിസർവ് ഫണ്ടിൽ നിന്നും ഇങ്ങോട്ട് നൽകിക്കൊണ്ട് ഈ 85 ലക്ഷം ആളുകളെ PVC മെറ്റ പ്രോഗ്രാമിലേക്ക് ഈ സിസ്റ്റം ക്ഷണിക്കുകയുണ്ടായി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, കളക്ട് ചെയ്ത മുഴുവൻ തുകയും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. സിസ്റ്റത്തിന്റെ കയ്യിൽ പണമില്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ് സിസ്റ്റം രണ്ടാമത്തെ ബിസിനസ് സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരാൾ എത്രയാണോ മുടക്കിയിട്ടുള്ളത് അതിന്റെ ഇരട്ടി തുകയ്ക്ക് തുല്യമായിട്ടുള്ള DP ഓരോ വാലറ്റ് ഹോൾഡേഴ്സിന്റെയും വാലറ്റുകളിലേക്ക് നൽകിക്കൊണ്ടാണ് ഈ 85 ലക്ഷം ആൾക്കാരെ ഈ രണ്ടാമത്തെ ബിസിനസ് സെഗ്മെന്റ് ആയ PVC മെറ്റ പ്രോഗ്രാമിലേക്ക് ഈ സിസ്റ്റം കൂട്ടിക്കൊണ്ടുപോകുന്നത്. ശരിക്കും അതിനായി ഏതാണ്ട് 15,000 കോടി രൂപയോളം ഈ സിസ്റ്റം ചിലവഴിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ഇതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. ഒരു പക്ഷെ ഇത്തരത്തിലൊരു കാര്യം ചെയ്യുവാൻ പോയിട്ട് ഇതൊന്ന് ആലോചിക്കാൻ പോലും ഈ ലോകത്തിന്റെ കീഴിലുള്ള ഏതെങ്കിലും ഒരു കമ്പനിക്കാകുമോ? ഇല്ല എന്ന് നമ്മൾ എല്ലാവരും ഏകകണ്ഠമായി ഉത്തരം പറയും. കാരണം അത്ര നിസ്സാരമായ തുകയല്ലല്ലോ ഈ 15,000 കോടി രൂപ. ഏതാണ്ട് 100 മില്യൺ DP, അതായത് 100 മില്യൺ US$ തുല്യമായിട്ടുള്ള DP. അന്നത്തെ കണക്കനുസരിച്ച് നമുക്ക് കൂട്ടാമെങ്കിൽ 75 രൂപ വെച്ച് കൂട്ടാമെങ്കിൽ 100 മില്യൺ US$ തുല്യമായ DP എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മണിയിൽ പറഞ്ഞാൽ ഏതാണ്ട് 7.5 ലക്ഷം കോടി ഇന്ത്യൻ മണി. ഇന്നത്തെ അവസ്ഥ നോക്കാമെങ്കിൽ ഇന്ന് ഡോളറിന് 75 അല്ല, ഡോളറിന്റെ വില കൂടിയിരിക്കുന്നു. ഇന്നത്തെ നോക്കാമെങ്കിൽ 9.5 ലക്ഷം കോടി രൂപ എന്ന് വെച്ചാൽ 9.5 ലക്ഷം കോടി രൂപ റിസർവ് ഫണ്ട് ആയിട്ട് വെച്ചുകൊണ്ടാണ് ഈ സിസ്റ്റം അവരുടെ ഓൺ സെർവറിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇനി നോക്കൂ, ഈ റിസർവ് ഫണ്ട് മാത്രം ഈ ആളുകൾക്ക് വീതിച്ചു കൊടുക്കുക എന്ന ഒരു സിറ്റുവേഷൻ ഒന്നും നമ്മളൊന്ന് വെറുതെ ഒന്ന് കണക്കൂട്ടി നോക്കിയാലോ. ഒരാൾക്ക് 1 കോടി രൂപ വെച്ച് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ 9.5 ലക്ഷം കോടി എത്ര പേർക്ക് കൊടുക്കുവാൻ വേണ്ടി ഉണ്ടാവും? ഈ റിസർവ് ഫണ്ട് തന്നെ 9.5 ലക്ഷം കോടി ആൾക്കാർക്ക് 1 കോടി വെച്ച് കൊടുക്കാനായിട്ടുള്ള ഫണ്ട് ഇവിടെ റിസർവ് ആയിട്ട് വെച്ചിരിക്കുന്നു ഈ സിസ്റ്റം. ഫ്രണ്ട്സ്, നമ്മൾ ഇപ്പം ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് റെയിൽവേ ഇന്റർനാഷണലിന്റെ അടിത്തറ, റെയിൽവേ ഇന്റർനാഷണലിന്റെ സ്റ്റെബിലിറ്റി, റെയിൽവേ ഇന്റർനാഷണലിന്റെ ക്രെഡിബിലിറ്റി, വിശ്വാസ്യത, ഇതൊക്കെയാണ്. മനസ്സിലാക്കണം, ഈ ഓൺ സെർവർ ഫാമും ഈ സിസ്റ്റത്തിനുണ്ട്. അതായത് ഓൺ സെർവർ ഫാം എന്ന് പറയുമ്പോൾ ഇതിന്റെ വലിപ്പം, അതായത് വളരെ വലിയ കെട്ടുറപ്പുള്ള സാമ്പത്തിക അടിത്തറയുള്ള ലോകത്തിലെ ഒരു സംവിധാനങ്ങൾക്കും സാധിക്കാത്ത അത്ര കണ്ട് വലിപ്പമുള്ള ഒരു സിസ്റ്റമാണിത്. ശരിക്കും ഇത് തലമുറകളായി നിലനിൽക്കുന്ന സിസ്റ്റമാണ് പേൾവിൻ ഇന്റർനാഷണൽ. മീൻസ് പേൾവിൻ വിൽ നെവർ എൻഡ്. യെസ്, ഇത്തരത്തിലുള്ള ഒരു ക്യാപ്ഷൻ തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കുറിച്ച സിസ്റ്റം കൂടിയാണ് പേൾവിൻ ഇന്റർനാഷണൽ. അപ്പോൾ ഈ സിസ്റ്റത്തിന്റെ ബേസ്മെന്റ് എന്താണ് എന്ന് നമ്മളിപ്പം ഇതിനോടകം പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ആരാണ് ഈ സിസ്റ്റത്തെ നയിക്കുന്നത്.
ഈ $100 മില്യൺ തുല്യമായിട്ടുള്ള ഫണ്ടൊക്കെ റിസർവ് ഫണ്ടായിട്ട് വെച്ചുകൊണ്ട് അതും ഓൺ സെർവറിൽ ഒക്കെ പ്രവർത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ഈ ലോകത്ത് ഇത് ആരെ കൊണ്ടാണ് കഴിയുക? ഫ്രണ്ട്സ്, അവരാണ് റോത്സ്ചൈൽഡ് ഫാമിലി. ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ഫാമിലി. 300 വർഷത്തിലേറെ ബിസിനസ് പാരമ്പര്യമുള്ള ലോക സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഫാമിലി, ദ റോത്സ്ചൈൽഡ് ഫാമിലി. ലോകത്ത് ആദ്യമായി ഡോളർ എന്ന കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ റോത്സ്ചൈൽഡ് ഫാമിലിയാണ്. ഇന്നും ലോകത്തുള്ള ഡോളറിന്റെ 80% ഇവർ ഇവരുടെ ആസ്തിയായി സൂക്ഷിച്ചു വരുന്നു. ലോകത്ത് ആദ്യമായി ബാങ്കിങ് സമ്പ്രദായം ആരംഭിച്ചത് ഇവരാണ്. സ്വിസ് ബാങ്ക് ഇന്നും ഇവരുടെ അണ്ടർ കൺട്രോളിലാണ് പ്രവർത്തിച്ചു വരുന്നത്. ബാങ്കിങ് മേഖലയിൽ 18ാം നൂറ്റാണ്ടിൽ പോലും ഇവർ വളരെ ശക്തരായിരുന്നു. എന്തിനേറെ, ഇന്ത്യൻ റെയിൽവേക്ക് ഉൾപ്പെടെ ലോക റെയിൽവേയുടെ മേഖലയിൽ കോടികൾ 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 ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളാണ് ഇവർ. ചരിത്ര പ്രസിദ്ധമായ പനാമ കനാലിന്റെ നിർമ്മാണത്തിന്റെ പിന്നിലും ഇവർ തന്നെ. ഏതാണ്ട് 300 വർഷത്തിലേറെ ബിസിനസ് എക്സ്പീരിയൻസ് ഉള്ള ലോക സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ഫാമിലി, ദ റോത്സ്ചൈൽഡ് ഫാമിലി. നമുക്കറിയാം, ഇന്ന് ലോകം കീഴടക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോ ഇൻഡസ്ട്രി ഏതാണ്ട് 200 ലക്ഷം കോടിയുടെ മാർക്കറ്റ് ക്യാപ്പായി വളർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഈ ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിൽ ലീഡിംഗ് ക്രിപ്റ്റോകളായ ബിറ്റ്കോയിൻ, എതേറിയം, USDT ഇവയുടെയൊക്കെ പിന്നിലും ഇവയ്ക്ക് ആവശ്യമായ ബ്ലോക്ക് ചെയിൻ നിർമ്മിച്ചതും അതിന് വേണ്ടുന്ന കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തെടുത്തതുമൊക്കെ ഇവർ തന്നെ. ഈ ഒരു ഫാമിലിയിലെ പുതിയ തലമുറയിൽ ഉൾപ്പെടുന്ന ബഹുമാന്യനായ ആരാധ്യനായ ഡോക്ടർ ഡാനിയൽ ജോൺസൺ, അദ്ദേഹമാണ് പേൾവെയിൻ ഇന്റർനാഷണലിന്റെ ഫൗണ്ടർ സ്ഥാനം അലങ്കരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പിടികിട്ടും എന്താണ് പേൾവെയിൻ ഇന്റർനാഷണലിന്റെ ക്രെഡിബിലിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ. അത് എത്രമാത്രം വലുതായിരിക്കുമെന്ന് അരക്കിട്ടോർപ്പിക്കുന്ന തരത്തിൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ നാം ഓരോരുത്തരും അവസരം തേടുന്ന ഈ പ്ലാറ്റ്ഫോം പേൾവെയിൻ ഇന്റർനാഷണൽ എന്ന ഈ ഗ്രേറ്റ് സിസ്റ്റം വളരെ വളരെ കെട്ടുറപ്പുള്ളതാണ്. തലമുറകളായി നിലനിൽക്കുന്ന ഒന്നാണ്. പേൾവിൻ വിൽ നെവർ എൻഡ് എന്ന് തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ചങ്കൂറ്റത്തോടെ കുറിച്ച സിസ്റ്റം കൂടിയാണ് പേൾവെയിൻ ഇന്റർനാഷണൽ. അങ്ങനെയെങ്കിൽ ഫ്രണ്ട്സ്, നമുക്ക് നോക്കാം പേൾവെയിൻ ഇന്റർനാഷണലിന്റെ രണ്ടാമത്തെ ബിസിനസ് സെഗ്മെന്റായ PVC മെറ്റ, പേൾവെയിൻ കമ്മ്യൂണിറ്റി മെറ്റ, ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രോസസ്സുകൾ. ഇത് ശരിക്കും ഒരു NFT ടോക്കൺ ആണ്, മൾട്ടിപർപ്പസ് NFT ടോക്കൺ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രോസസ്സുകൾ, സീഡ് ഫണ്ടിങ് ആൻഡ് ടോക്കൺ ഫാമിംഗ്. ശരിക്കും എന്തിന് നമ്മൾ ഈ 2 പ്രോസസ്സുകൾ ചെയ്യണം? ശരിക്കും പുതിയതായിട്ട് കേൾക്കുന്ന ഒരു വ്യക്തി ചിന്തിച്ചേക്കാം, ഞാൻ ഇതുവരെ ഇതൊന്നും ചെയ്തിട്ടല്ലല്ലോ ഞാൻ ഇതുവരെ ജീവിച്ചത്. അങ്ങനെയെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ അഡീഷണൽ ആയിട്ട് സീഡ് ഫണ്ടിങ്ങും ടോക്കൺ ഫാമിങ്ങും ചെയ്യണം? ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇത് ശരിക്കും വെബ് 3യുടെ കാലഘട്ടം എന്ന് വെച്ചാൽ എന്താണ്? പൂർണ്ണമായും ടെക്നോളജികളിൽ അധിഷ്ഠിതമായ കാലഘട്ടം. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ ചെയ്യുന്ന ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ റോബോട്ടുകൾ നിർവഹിക്കുന്ന കാലഘട്ടം. അതാണ് ശരിക്കും വെബ് 3 എന്ന് പറയുന്നത്. നമ്മൾ ഡ്രൈവർലെസ് കാറിന്റെ കാര്യത്തെ കുറിച്ച് കേൾക്കുന്നു അല്ലെ? ഡ്രൈവർ ഇല്ലാതെ കാർ ഓടുന്നു. അപ്പൊ നോക്കൂ, ഒരു ഡ്രൈവർ ഇല്ലാതെ ഒരിക്കലും കാറിന് ചലിക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷെ അതിനകത്ത് ഇൻവിസിബിൾ ആകുന്ന ഒരു റോബോട്ട് ഉണ്ട്. അതാണ് അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തേക്കുന്നത്. ചൈനയിൽ നിന്ന് വന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിക്കുന്നതായിരുന്നു. അവിടെ ഒരു ഹോസ്പിറ്റലില് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി അവിടെ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നു. അവിടെ 4 ഡോക്ടർമാർ, ആ 4 ഡോക്ടർമാർ റോബോട്ടുകളാണ്. ഏതാണ്ട് 4000-ഓളം പേഷ്യൻസിനെയാണ് ഒരു ദിവസം അവർ ചികിത്സിക്കുന്നതെന്നാണ് വാർത്ത വന്നത്. നമ്മൾ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ശരിക്കും ഈ വെബ് 3യുടെ ഭാഗമായിട്ട് നമ്മളിലേക്ക് പുതിയ പുതിയ നൂതന ടെക്നോളജികൾ ധാരാളമായിട്ട് എത്തിയിരിക്കുന്നു. നമ്മളെല്ലാവർക്കും അറിയാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെബ് 3യുടെ ഭാഗമായിട്ട് വന്ന ഒരു ടെക്നോളജിയാണ്. ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, IoT, അത് മറ്റൊരു ടെക്നോളജിയാണ്. എക്സ്റ്റെൻഡഡ് റിയാലിറ്റി, അത് മറ്റൊരു ടെക്നോളജിയാണ്. ബ്രെയിൻ കമ്പ്യൂട്ടർ ആൻഡ് ഇന്റർഫേസ്, അത് വേറൊരു ടെക്നോളജിയാണ്. 3D മോഡലിംഗ് ആൻഡ് റീകൺസ്ട്രക്ഷൻസ്, അത് മറ്റൊരു ടെക്നോളജിയാണ്. സ്പാഷ്യൽ ആൻഡ് എഡ്ജ് കമ്പ്യൂട്ടിംഗ്, അത് മറ്റൊരു ടെക്നോളജിയാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ശരിക്കും ഈ നൂതന ടെക്നോളജികൾ, ഈ നൂതന സാങ്കേതിക വിദ്യകളാണ് ശരിക്കും ഇനി ലോകത്തെ നയിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെയെങ്കിൽ ഈ നൂതന ടെക്നോളജികളിലെല്ലാം ബ്ലെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ടെക്നോളജികളിലെല്ലാം ഉപയോഗിക്കേണ്ടി വരുന്ന, മാറ്റിവെക്കാൻ പറ്റാത്ത ഒരേ ഒരു NFT ടോക്കൺ, ദ വൺ ആൻഡ് ഓൺലി മൾട്ടി പർപ്പസ് NFT ടോക്കൺ ഇൻ ദ വേൾഡ്, അതാണ് ശരിക്കും PVC മെറ്റ അഥവാ പേൾവെയിൻ കമ്മ്യൂണിറ്റി മെറ്റ എന്ന് പറയുന്നത്. അതായത് പണം ഉപയോഗിച്ച് നമ്മളിന്ന് ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും
ഈ NFT ടോക്കൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. അതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് അറിയപ്പെടുന്നത് ദ ഫ്യൂച്ചർ ഓഫ് മണി എന്നാണ്, ഭാവിയുടെ പണം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഡിജിറ്റൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഡിജിറ്റൽ എക്കോണമി ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ലോകമെമ്പാടുമുള്ളത്. ഇന്നിത് $2.71 ട്രില്യൺ ഇൻഡസ്ട്രി ആണെങ്കിൽ ഏതാണ്ട് 2032 എത്തുമ്പോൾ ഇത് $12.35 ട്രില്യൺ ഇൻഡസ്ട്രിയായി മാറുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് നമുക്ക് സ്മൃതിപഥത്തിന് പോലും ചിന്തിക്കാൻ ഒക്കാത്ത വിധത്തിലുള്ള വളർച്ചയാണ് ഈ ഇൻഡസ്ട്രിയിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ചുരുക്കം പറഞ്ഞാൽ കഴിഞ്ഞ 100 വർഷക്കാലങ്ങൾക്കുണ്ടായ പുരോഗതി വരുന്ന 1 വർഷക്കാലങ്ങൾ കൊണ്ട് സംഭവിക്കുന്ന തരത്തിൽ ഈ ടെക്നോളജികൾ വളരെ ഫാസ്റ്റ് ആയിട്ട് കുതിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. ഓഗസ്റ്റ് മാസം 28, 29, 30 ആ ഒരു തീയതികളിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2024 ഈ ഫെസ്റ്റിന്റെ 5th ഫെസ്റ്റ് മുംബൈയിൽ വെച്ച് നടക്കുകയുണ്ടായി. വളരെയേറെ പ്രാധാന്യമുള്ള ഫെസ്റ്റ് ആയിരുന്നു ഇത്. പ്രധാനമായും സാമ്പത്തിക ഇടപാടുകളിൽ കൈവരിക്കേണ്ടുന്ന സുതാര്യത, സെക്യൂരിറ്റി ഇവയൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ചർച്ചയായിരുന്നു ഈ ഫെസ്റ്റിന്റെ ഒരു പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ, ഫിനാൻസ് മിനിസ്റ്റർ, അതുപോലെ റിസർവ് ബാങ്ക് ഗവർണർ, അതുപോലെ ഇന്ത്യയിൽ ടെക്നോളജി രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന ഇൻഫോസിസിന്റെ ഫൗണ്ടേഴ്സ് ആയ ക്രിസ് ഗോപാലകൃഷ്ണ, നീലേഖാനി, അതോടൊപ്പം തന്നെ ബഹുമാനായ ലണ്ടൻ മേയർ മുതലായ പ്രമുഖരൊക്കെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ഈ പ്രസ്തുത ഫെസ്റ്റിൽ ഇവരൊക്കെ സംസാരിക്കുകയും ചെയ്തു. ഏതാണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 8000-ലേറെ മെമ്പേഴ്സ് ഓഡിയൻസ് ആയിട്ടും ഉണ്ടായിരുന്നു. അതായത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉള്ള രാജ്യമായിട്ട് മാറുക. ശരിക്കും ഈ ഒരു കാര്യത്തിനകത്ത് ഒരു വലിയ റോൾ ഇന്ത്യക്കുണ്ട് എന്ന് ഈ ലോകരാജ്യങ്ങളൊക്കെ അംഗീകരിച്ചു. അതായത് ഒരു സെക്കൻഡ് കറണ്ട് ഇപ്പൊ ഇവിടെ പോയി, കഷ്ടമായി, ക്ഷമിക്കണം. അതായത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉള്ള രാജ്യമായി മാറുക, ഇതിലൊരു വലിയ റോൾ ഇന്ത്യക്കുണ്ടെന്ന് ഈ ലോകരാജ്യങ്ങളൊക്കെ അംഗീകരിക്കുകയുണ്ടായി. ഒരു മൊബൈൽ ഫോണിന്റെ സഹായത്തോടെ ഈ ലോകത്തിന്റെ കീഴിലുള്ള ഏതൊരാളുമായും, അതും സെക്യൂരിറ്റി 100% ഉറപ്പുവരുത്തിക്കൊണ്ട് ട്രാൻസാക്ഷൻസ് ചെയ്യാൻ വേണ്ടി കഴിയണം. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. എന്നാൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഡേറ്റാസ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം ഇവയൊക്കെ വളരെ സേഫ് ആയിരിക്കണം. അതിന് നമുക്കറിയാം റിസർവ് ബാങ്ക് ഈ അടുത്ത ഇടയ്ക്ക് പ്രഖ്യാപിച്ച ഒരു ടോക്കണൈസേഷൻ എന്നൊരു പ്രക്രിയയുണ്ട്. ഈ ഒരു വിഷയവും ഇവിടെ ചർച്ചാ വിഷയമായി. ഇന്ന് ടോക്കണൈസേഷൻ 20-ൽ കൂടുതൽ രാജ്യങ്ങളിൽ പ്രാവർത്തികമായിട്ടുണ്ട്. ഇതാ ഇനി ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്ന ടോക്കണൈസേഷൻ ഇന്ത്യയിലും പ്രാവർത്തികമാക്കാൻ വേണ്ടി പോകുന്നു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതിനായിട്ട് ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുന്നോട്ട് വന്നിരിക്കുന്നു. എന്താണ് ടോക്കൺ, എന്താണ് ടോക്കണൈസേഷൻ? അത് ഞാനൊരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഇപ്പൊ നമ്മളിപ്പോ ആമസോണിൽ നിന്ന് നമ്മളൊരു പർച്ചേസ് ചെയ്യുകയാണ്. അപ്പൊ ആമസോണിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, അല്ലാതെ മുൻപേറ് ക്യാഷ് അടയ്ക്കുന്ന രീതിയുണ്ട് അല്ലെ. അപ്പം നമ്മൾ മുൻപേറ് ക്യാഷ് അടയ്ക്കുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഡെബിറ്റ് കാർഡിന്റെ നമ്പറും അതിന്റെ പിന്നിലുള്ള CVV നമ്പറും നമ്മുടെ പേരും അഡ്രസ്സും ഇവയെല്ലാം എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു കാര്യത്തിനകത്ത് ആഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അല്ലെ. അപ്പൊ ശരിക്കും നമ്മുടെ ഡീറ്റെയിൽസ് ഡയറക്റ്റ് ആയിട്ട് ആമസോണിന്റെ ഭാഗത്തേക്ക് കിട്ടി. ഒരു പക്ഷേ വേണമെങ്കിൽ അവർക്ക് നമ്മളെ ചീറ്റ് ചെയ്യാം. കാരണം എന്താണ്? അവർക്ക് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടിക്കഴിഞ്ഞു. ഇന്ന് ലോകമെമ്പാടും അത്തരത്തിലുള്ള ചീറ്റിംഗ് ധാരാളമായിട്ട് നടക്കുന്നു. എന്നാൽ ഈ ഒരു ചീറ്റിങ്ങിനെ തടയുന്ന ഒരു പ്രക്രിയയാണ് ശരിക്കും ടോക്കണൈസേഷൻ. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഡീറ്റെയിൽസ് ആയിട്ടല്ല ആ ഓർഡർ, നമ്മൾ ഏത് കമ്പനിയിൽ നിന്നാണോ ഓർഡർ കൊടുത്തേക്കുന്നത് ആ കമ്പനിയിലേക്ക് ഇത് ഡീറ്റെയിൽസ് ആയിട്ട് ആയിരിക്കില്ല ചെല്ലുക. മറിച്ച് ആ ഡീറ്റെയിൽസിന്റെ സ്ഥാനത്ത് ഇതൊരു കോഡ് നമ്പർ ആയിട്ട് മാറുന്നുണ്ടാവും. ഒരു 2 അക്കമോ 3 അക്കമോ 4 അക്കമോ ഒക്കെ ഉള്ള ഒരു കോഡ് നമ്പറായിട്ട് ഇത് ചേഞ്ച് ആവുന്നുണ്ടാവും. അതിന്റെ പേരാണ് ശരിക്കും ടോക്കൺ എന്ന് പറയുന്നത്. ഇനി ഈ നടന്ന പ്രക്രിയ, ഈ ഒരു പ്രോസസ്സിനെയാണ് ടോക്കണൈസേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ നോക്കൂ, നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്ന ആ കമ്പനിയെ സംബന്ധിച്ച് ജസ്റ്റ് 2 3 ഇപ്പൊ 486 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരുടെ അഡ്രസ് ആണെന്നോ, അല്ലെ ആരുടെ CVV നമ്പർ ആണെന്നോ, അല്ലെങ്കിൽ ആരുടെ ഡെബിറ്റ് കാർഡിന്റെ നമ്പർ ആണെന്നോ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. എന്നാൽ അവർക്ക് കിട്ടേണ്ടതാകുന്ന മൂല്യം ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ശരിക്കും ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ശരിക്കും
ടോക്കണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ നമുക്ക് എന്ത് കാര്യങ്ങളും എന്ത് ചെയ്യാം, നമുക്ക് ടോക്കണൈസേഷന് വിധേയമാക്കി മാറ്റാം, ടോക്കൺ ആക്കി മാറ്റാം. നമ്മുടെ അസറ്റുകളായിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, ബാങ്ക് അക്കൗണ്ട്സ് ആയിക്കോട്ടെ, പ്രോപ്പർട്ടി ആയിക്കോട്ടെ, എനിത്തിങ് ആയിക്കോട്ടെ, എന്തിനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ടോക്കൺ ആക്കി നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി കഴിയും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റിയെ ഉറപ്പുവരുത്തുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് 100% ടോക്കണൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു പ്രോസസ് നമുക്ക് അത്യാവശ്യമാണ്. ഇവിടെയാണ് PVC മെറ്റ, ദ ഫ്യൂച്ചർ ഓഫ് മണി എന്ന് പറയുന്ന നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഈ മൾട്ടിപർപ്പസ് NFT ടോക്കന്റെ പ്രത്യേകത. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ലോകത്തിന്റെ കീഴിലുള്ള എന്ത് സാധനവും നമ്മൾ പണം കൊടുത്ത് മേടിക്കുന്നത് പോലെ നമുക്ക് PVC മെറ്റ കൊടുത്തിട്ട് വാങ്ങാം. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ 100 വർഷക്കാലങ്ങൾ കൊണ്ട് നടന്ന പുരോഗതി ഇനി 1 വർഷക്കാലങ്ങൾ കൊണ്ട് നടക്കാൻ വേണ്ടി പോവുകയാണ്. ശരിക്കും എന്താണ്, ഇത്തരം ഒരു സാഹചര്യത്തിൽ ശരിക്കും ക്രിപ്റ്റോ കറൻസികളും അതുപോലെ തന്നെ ടോക്കണുകളും ഒക്കെ വളരെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഈ വക കാര്യങ്ങൾ എത്രമാത്രം നമ്മുടെ കയ്യിലുണ്ട്. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു പ്രക്രിയ ഇല്ലാതെ സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെയെങ്കിൽ PVC മെറ്റയുടെ യൂസേജസ് എന്തൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഹൈ ലെവൽ യൂസ് ഇൻ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻസ്. ഇ-കൊമേഴ്സിന്റെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ എന്നെ കേൾക്കുന്ന ബഹുമാന്യ വ്യക്തികൾക്കറിയാം, അല്ലെ? ഇന്ന് തീർച്ചയായിട്ടും ഫ്ലിപ്കാർട്ടും ആമസോണും ഒക്കെ എന്താ പറയാ, ക്രോസ് ആൻഡ് ക്രോസ് ഓഫ് റുപ്പീസിന്റെ ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇനി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഈ ഇ-കൊമേഴ്സിന്റെ പ്രാധാന്യം കുറയാൻ വേണ്ടി പോകുന്നില്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, നമ്മളുടെ ഇ-കൊമേഴ്സ് പോർട്ടൽ ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് എന്ത് പറയാ ഡെലിവറി നടത്തുന്ന, കൃത്യതയാർന്ന പ്രോഡക്റ്റിന്റെ കാര്യങ്ങൾ കാത്തു കൊടുക്കുന്ന, ക്വാളിറ്റി 100% ഉറപ്പുവരുത്തിക്കൊണ്ട് ഫാസ്റ്റ് ആയിട്ട് ഡെലിവറി ഏർപ്പെടുത്തുന്ന ബങ്കി ഇത് പുറത്തോട്ട് വരാൻ വേണ്ടി പോകുന്നു. അപ്പൊ ശരിക്കും അത്തരം ഒരു സാഹചര്യത്തിൽ ഹൈ ലെവൽ യൂസ് ഇൻ ഇ-കൊമേഴ്സ് ട്രാൻസാക്ഷൻസ് PVC മെറ്റയ്ക്ക് അവിടെ ഉപയോഗമുണ്ട്. ദെൻ ഓൺലൈൻ ഗെയിമിംഗ്. ഗെയിമിംഗ് ഇന്ന് ഒരിക്കലും എന്തല്ല ഒരു ചെറിയ ഇൻഡസ്ട്രിയുടെ കാര്യമല്ല, അല്ലെ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചു, അസ്ലാം എന്ന് പറയുന്ന ഒരു പയ്യൻ കേവലം 22 വയസ്സ് മാത്രമുള്ള ആ കേരളത്തിലുള്ള ആ മിടുമിടുക്കനായ ആ ചെറുപ്പക്കാരൻ Web3യുടെ ഭാഗമായിട്ട് ഗെയിം കളിച്ച്, ജസ്റ്റ് വെറുതെ ഒരാഴ്ച ഗെയിം കളിച്ച് അദ്ദേഹം ഒരു മില്യണറായി മാറി. ഇപ്പൊ അതൊരു സർവ്വസാധാരണ പ്രക്രിയയായിട്ട് മാറിയിരിക്കുന്നു. അപ്പൊ ശരിക്കും ഓൺലൈൻ ഗെയിമിംഗ് രംഗത്ത് വളരെ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ PVC മെറ്റയ്ക്ക് സാധിക്കുന്നു. ദെൻ മ്യൂച്വൽ ട്രാൻസാക്ഷൻസ്. നമ്മളൊക്കെ പരസ്പരം ചെയ്യുന്ന മ്യൂച്വൽ ട്രാൻസാക്ഷൻസിന്റെ കാര്യത്തിൽ നമുക്ക് PVC മെറ്റ ഉപയോഗിക്കാം. ദെൻ ഡൊണേഷൻസ് കൊടുക്കുന്നതിന് വേണ്ടി PVC മെറ്റ ഉപയോഗിക്കാം. പേ സിമ്പിൾ ഗുഡ്സ് ആൻഡ് സർവീസസ്. ചെറിയ ചെറിയ സാധനങ്ങൾ തൊട്ട് എത്ര വലിയ സാധനങ്ങൾ വരെ വാങ്ങുന്നതിനും, ചെറിയ റബ്ബർ ബാൻഡ് തൊട്ട് ഹെലികോപ്റ്റർ വരെ വാങ്ങുന്നതിനും നമുക്ക് PVC മെറ്റ ഉപയോഗിക്കാം. ഇൻവെസ്റ്റ്മെന്റ്സ്, ചെറുതോ എത്ര വലുതോ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സിന് ഉപയോഗിക്കാം. ക്രോസ് ബൗണ്ടറി ട്രാൻസാക്ഷൻസ്, രാജ്യാന്തര ട്രാൻസാക്ഷൻസിന്റെ കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, PVC മെറ്റ ഉപയോഗിക്കാം. ഈ ലോകത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള ഏതൊരു വ്യക്തിയുമായും വിത്ത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിനകത്ത് നമുക്ക് PVC മെറ്റ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, ട്രാൻസാക്ഷൻസ് ചെയ്യാം, ക്രോസ് ബൗണ്ടറി ട്രാൻസാക്ഷൻസ്. അതുകൊണ്ട് തന്നെ PVC മെറ്റയുടെ വരുന്ന 10 വർഷക്കാലത്തെ പ്രൈസ് പ്രഡിക്ഷനും റെലവന്റ് ഇന്റർനാഷണൽ പുറത്തുവിട്ടു. 2022 ഈ സിസ്റ്റം PVC മെറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ $1 ആയിരുന്നു. ശരിക്കും 88 രൂപയിലാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്തത്. 2023 പ്രൈസ് പ്രഡിക്ഷൻ അവകാശപ്പെട്ടത് $6.13 എന്നാണ്. എന്ന് വെച്ചാൽ 555.70 അതാണ് ശരിക്കും. എന്നാൽ ഈ ഒരു സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ച, ഈ ആക്ച്വൽ റേറ്റ് PVC മെറ്റയുടെ യഥാർത്ഥ വില ഈ പ്രൈസ് പ്രഡിക്ഷനിൽ പറഞ്ഞതിനേക്കാൾ ഉയർന്നുപോയി. പ്രൈസ് ഏതാണ്ട് $13 വരെ ഈ ഒരു സമയത്ത് എത്തിയതായിട്ട് നമ്മൾ കണ്ടു. എന്നാൽ തുടർന്ന് പ്രൈസ് കുറഞ്ഞ സാഹചര്യങ്ങളുണ്ട്. പ്രൈസ് പ്രഡിക്ഷൻ വീണ്ടും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2024 $14.61, 2025 പ്രൈസ് $20.8, അതായത് ഒരു $1,807.90. 2026-27 കാലഘട്ടങ്ങളിൽ $26.9, 2028 കാലഘട്ടത്തിൽ $32.38, 2029 അത് $45.99, 2030 അത് $66.43, 2031 അത് $93.78, 2032 അത് $127.88 എന്ന് വെച്ചാൽ ഒരു $11,504.70. നമുക്കറിയാം ഇത് നമുക്ക് കാണാതിരിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം ഈ സിസ്റ്റത്തിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് 2009 പുറത്തു വന്ന ബിറ്റ്കോയിൻ, അന്ന് ബിറ്റ്കോയിന്റെ പ്രൈസ് കേവലം $2.90 ആയിരുന്നുവെങ്കിൽ
ഇന്നത്തെ ബിറ്റ്കോയിന്റെ പ്രൈസ് എത്രയാണ്? 50 ലക്ഷത്തിന് മുകളിലാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം സമർത്ഥിച്ച ഒരു 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 സിസ്റ്റത്തിന്റെ മാനേജ്മെന്റിന്റെ കീഴിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ PVC മെറ്റയുടെ എന്താ പറയാ പ്രൈസ് ഇതിനേക്കാൾ ഉയരത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതിന് കാരണം ബിറ്റ്കോയിൻ പുറത്തു വന്ന 2009 നമ്മൾ ആരും Web3യുടെ ഭാഗമല്ല. ഇത്രയും നൂതന ടെക്നോളജികൾ നമ്മുടെ ഭാഗത്തേക്കില്ല. എന്നാൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? Web3യിലേക്ക് കടന്നിരിക്കുന്നു. പുതിയ ടെക്നോളജികൾ വന്നിരിക്കുന്നു. ഈ ടെക്നോളജികളെല്ലാം ബ്ലെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരേ ഒരു NFT ടോക്കൺ ആണ് ശരിക്കും PVC മെറ്റ. അതുകൊണ്ട് തന്നെ PVC മെറ്റയുടെ പ്രൈസ് വളരെ വലിയ ലെവലിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും മുന്നിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് മെറ്റയുടെ വില വളരെ വലിയ ലെവലിലേക്ക് എത്തുമെന്ന കാര്യം 100% ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം PVC മെറ്റയുമായി ബന്ധപ്പെട്ട 2 പ്രോസസ്സുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. സീഡ് ഫണ്ടിങ് ആൻഡ് ടോക്കൺ ഫാമിംഗ്. എന്താണ് സീഡ് ഫണ്ടിങ്? USDT PVC മെറ്റ ഈ ഒരു പേരിലാണ് ശരിക്കും ഈ സീഡ് ഫണ്ടിങ് എന്ന പ്രോസസ് നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ ട്രസ്റ്റ് വാലറ്റിലാണ് നമ്മളിത് ചെയ്യുന്നത്. ട്രസ്റ്റ് വാലറ്റിന്റെ പ്രത്യേകത എപ്പോഴും നമ്മുടെ മനീഷ് സാറ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണല്ലേ. ശരിക്കും വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു വാലറ്റ് ആണ് ശരിക്കും എന്താണ് ട്രസ്റ്റ് വാലറ്റ്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിനൊരു 12 സീക്രട്ട് ഫ്രൈസുകളുണ്ട്. ആ സീക്രട്ട് ഫ്രൈസുകൾ നമ്മുടെ കസ്റ്റഡിയിലാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്ന ആൾ നമ്മൾ തന്നെയാണ്. അപ്പൊ ശരിക്കും ഇവിടെ നമ്മൾ ഒരു 20 PVC മെറ്റ വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇതിന്റെ ഡൊമൈനിലേക്ക്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന seedfunding.io എന്ന് പറയുന്ന ആ ഡൊമൈനിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സീഡ് ഫണ്ടിങ്ങിന്റെ കാര്യങ്ങൾക്കകത്ത് ആരംഭിക്കാം. അപ്പം 20 മെറ്റ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് അല്പം സർവീസ് ചാർജ് ആയിട്ട് BNB വേണം. ടോട്ടലി നമുക്കൊരു 3000 റുപ്പീസിന്റെ ചിലവിന്റെ കാര്യങ്ങൾക്കകത്തുണ്ട്. ഇപ്പോൾ ഇതാ സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്ന് പുതിയ അപ്ഡേഷൻ വന്നില്ലേ? ഇത്രയും സമയം വരെ നമുക്ക് 150% വളർച്ചയാണ് സീഡ് ഫണ്ടിങ്ങിൽ തന്നതെങ്കിൽ ഇപ്പോൾ എന്താണ് സിസ്റ്റം പറഞ്ഞേക്കുന്നത്? 200% നമുക്ക് സീഡ് ഫണ്ടിങ്ങിൽ റിട്ടേൺ വേണ്ടി തരാൻ വേണ്ടി പോകുന്നു. അതായത് സീഡ് ഫണ്ടിങ്ങിൽ 1000 ദിവസം നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഭാഗമായിട്ട് മാറുന്നു. ശരിക്കും USDT ആയിട്ട് തന്നെയാണ് നമ്മുടെ റിട്ടേൺ വരിക. ഈ USDTയെ നമുക്ക് PVC മെറ്റയായിട്ട് മാറ്റുകയും ചെയ്യാം. ഒരു 0.20 ആണ് നമുക്ക് ഡെയിലി വരുന്ന റിട്ടേൺ. നമ്മൾ എത്രയാണോ സീഡ് ഫണ്ടിങ് ചെയ്തിരിക്കുന്നത് അതിന്റെ 0.20% ആണ് ശരിക്കും നമുക്ക് ഡെയിലി ഉണ്ടാകുന്ന റിട്ടേൺ. അപ്പൊ ഈ 1000 ദിവസം കിട്ടുന്ന ആ റിട്ടേണിനെ നമ്മൾ മെറ്റയാക്കി മാറ്റുവാണെങ്കിൽ സീഡ് ഫണ്ടിങ് ചെയ്തതിന്റെ ഇരട്ടി മെറ്റ നമുക്ക് കിട്ടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇനി അത് കൂടാതെ നമ്മുടെ കരിയർ പറയുമ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ പറയാം, സീഡ് ഫണ്ടിങ്ങിനും ഇനി നമുക്ക് കമ്മീഷൻ കിട്ടുന്ന 20 ലെവലിൽ നമുക്ക് കമ്മീഷൻ കിട്ടുന്ന സ്ട്രക്ചറൂടെ വരാൻ വേണ്ടി പോകുന്നു. നോക്കൂ, നമ്മൾ ഉത്സവ ലഹരിയിലേക്ക് മാറുകയാണ്. സിസ്റ്റം പടിയായിട്ട് സിസ്റ്റം പറഞ്ഞ കാര്യങ്ങളൊക്കെ സമർത്ഥമായിട്ട് പടിയായിട്ട് സിസ്റ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നോക്കൂ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു 20 മെറ്റ ഈ പറഞ്ഞേക്കുന്ന തരത്തിൽ സീഡ് ഫണ്ടിങ് നടത്തിയേക്കുന്ന ഒരു വ്യക്തിക്ക് 1000 ദിവസം കൊണ്ട് അല്ലെ 33.5 മാസക്കാലങ്ങൾ കൊണ്ട് ആ 20 മെറ്റ ഓട്ടോമാറ്റിക്കലി 40 മെറ്റയായിട്ട് മാറുന്നു. അല്ലെങ്കിൽ 100 മെറ്റയാണ് സീഡ് ഫണ്ടിങ് ചെയ്തിരിക്കുന്നതെങ്കിലോ അത് 200 മെറ്റയായിട്ട് മാറുന്ന ഒരു സാഹചര്യം. അപ്പൊ ഇവിടെ 2 കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ഒന്ന്, PVC മെറ്റയ്ക്ക് പകരം വെക്കാൻ വേണ്ടി മറ്റൊരു NFT ടോക്കൺ ഈ മാർക്കറ്റിൽ ഇല്ലാത്തത് കൊണ്ടും